ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് കാസർഗോഡ് നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ. ഈ ഗ്രാമത്തിന് എന്താ പറയാ? പൂവാലങ്കൈ എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലുള്ളത്. ഇതൊരു ക്ഷേത്ര കുളമാണ്. ഈ കുളത്തിൽ 1 ലക്ഷത്തിൻ്റെ മുകളിൽ കല്ലുകൾ വന്നിട്ടുണ്ട്. ഈ 1 ലക്ഷത്തിൻ്റെ മുകളിൽ കല്ലുകൾ ഒറ്റയ്ക്ക് നിർമ്മിച്ചിരിക്കുകയാണ് ഈ ഒരു ചേട്ടൻ. പേരെന്ന് പറഞ്ഞേ? വിനീഷ് എന്നാണ്. ഇതിൽ എത്ര കല്ലുകൾ വന്നിട്ടുണ്ട്? 1 ലക്ഷം കല്ലായിട്ടുണ്ട്. 1 ലക്ഷം കല്ല് ഈ കൈ കൊണ്ട് വെച്ചതാണ് ഈ 1 ലക്ഷം കല്ല്. അതെ. ഓരോ കല്ലുകളും അതെ. ഇത് നമ്മുടെ തന്നെ പ്ലാനിങ്ങിലാണോ ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത്? ഇതിന്റെ ഏറ്റവും ആദ്യത്തെ അളവ് ആശാരി കുറ്റിയടിച്ച്, ബാക്കിയെല്ലാം എന്റെ പ്ലാൻ. കൈ നല്ല തഴമ്പാണ്. 1 ലക്ഷം കല്ല് വെച്ചാണ്. ഇത് ശരിക്കും ഒരു ക്ഷേത്ര കുളമാണ്. ഈ ക്ഷേത്രത്തിന് എന്താ പറയാ? ശ്രീ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രം. ഇതിങ്ങനെ കുഴിക്കണം നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന്റെ കമ്മിറ്റി നമ്മളോട് പറയായിരുന്നു. അതെ. പിന്നെ ആ വെള്ളത്തിന്റെ കളറൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നീല കളർ വെള്ളം എന്നാ പറയുന്നത്. ഇത് എത്രത്തോളം താഴ്ചയുണ്ട്? ഇത് ഒരു വലിയ തെങ്ങിന്റെ ഹൈറ്റിൽ ആഴമുണ്ട്. എത്ര മീറ്റർ ഉണ്ടാവും? ഒരു 16 മീറ്റർ ആഴം. 16 മീറ്റർ ആഴമുണ്ട്. ഈ 16 മീറ്റർ താഴത്തേക്കും ഇതേമാതിരി നമുക്ക് നടന്നു പോകാം. നടന്നു പോകാൻ പറ്റും. അതായത് വേനൽക്കാലത്ത് ഈ വെള്ളം വറ്റാറില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. വേനൽക്കാലത്ത് ഒരു 3 ആളെ വെള്ളം ഉണ്ടാവും. 3 ആളുടെ വെള്ളം ഉണ്ടാവും. ഈ പ്രദേശത്തൊക്കെ ഈ ഇപ്പം വരൾച്ചറിഞ്ഞത് സാധനമില്ല. ഇല്ല. ഈ പ്രദേശത്ത് ഇപ്പൊ വരൾച്ചില്ല എന്ന് പറയുമ്പോൾ ഈ കുളം നിർമ്മിക്കുന്നതിന് മുന്നേ വെള്ളം കുറയാറുണ്ട്. വെള്ളം ഇവിടെ വന്നതോട് കൂടിയിട്ട് ഈ പ്രദേശത്തെ കിണറിലുള്ള വെള്ളമായി. ഇപ്പൊ വേനൽക്കാലത്ത് പറ്റാറില്ല. ചേട്ടൻ പറഞ്ഞിരുന്നു ഇത് 1 ലക്ഷം കല്ലാണ്, ഞാൻ ഒറ്റക്കാണ് ഇത് ഓരോ കല്ലുകൾ വെച്ചെന്നുള്ളത്. എത്ര കാലം കൊണ്ടാണ് ഇത് വെച്ച്? എത്ര വർഷം എടുത്തിട്ടുണ്ട്? 1 വർഷം എടുത്തിട്ടുണ്ട്. 1 വർഷം എടുത്തിട്ടാണ് ഈ ഒരു കുളം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് എത്ര ചെലവ് വന്നിട്ടുണ്ടാവും? ഏകദേശം ഒരു 80 ലക്ഷത്തോളം. 80 ലക്ഷം രൂപ ചെലവിലാണ് ഈ ഒരു കുളം നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു കുളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ആള് വന്നാലും കുളിക്കാൻ പറ്റും. കാരണം ഒരൊറ്റ വഴി മാത്രമല്ല കുളിക്കാനുള്ള ഒരു കടവുള്ളത്. ഇവിടേക്ക് ഇതിനൊക്കെ ഇറങ്ങാം, ഇതുവഴിയൊക്കെ താഴെ വരെ ഇറങ്ങാം. അതേമാതിരി തന്നെ ഓരോ വഴികളെ ചേട്ടാ, ഓരോ വഴികൾ ഇറങ്ങാം. കല്ല് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കാസർഗോഡ് കല്ല് ഒരു 1.5 കല്ലാണ് കേട്ടോ അല്ലേ? എന്ത് ഭംഗിയെന്നറിയോ. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ പറ്റും. ഓരോ പടവുകളും നമുക്ക് കാണാം. കുഴിച്ചാടനെ ഒരു 3 ആളെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കുഴിച്ച സമയത്ത്. അതെ, ഇത് നമുക്ക് കുറച്ച് അറിയാൻ കുറച്ച് ലേറ്റായി പോയിട്ടാ. കാരണം ഇത് ഈ ചേട്ടൻ നിർമ്മിച്ചിട്ട് എത്രയായി എന്ന് പറഞ്ഞത്? 1 വർഷമായി. ഇവിടെ നോക്കിയേ, ഇതേ മാതിരി നമുക്ക് ഇറങ്ങി പോവാം. ഇത് ചെങ്കല്ലിലാണ് ഈ ഒരു കുളം നിർമ്മിച്ചിട്ടുള്ളത്. ഈ കല്ലുകളൊക്കെ ശരിക്കും എവിടുന്നാണ് ചേട്ടൻ ശരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്? ഇത് കാസർഗോഡൻ കല്ലാണ്. കാസർഗോഡ് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു കോറികളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത കല്ലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമിച്ചി ഭാഗത്ത്. അതെ അല്ലേ? ഇത് നിർമ്മിക്കുന്ന സമയത്ത് 1 ലക്ഷം കല്ല് ആവശ്യം വരും എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നോ? ഇല്ല, 1 ലക്ഷം വിചാരിച്ചില്ല. പിന്നെ അങ്ങോട്ട് തുടങ്ങിയായിരുന്നു 1 ലക്ഷം കല്ലുകൾ അല്ലേ? വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? അതായത് നമുക്കിപ്പോ ഏത് വേനൽക്കാലത്തും, അതായത് എത്ര വെള്ളം വറ്റിയാലും ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രൂപത്തിലാണ് ഓരോ പടവുകളും നിർമ്മിച്ചിട്ടുള്ളത്. അതായത് നല്ല വെള്ളം വരികയാണെങ്കിൽ ഇവിടുന്ന് ചാടാം. അത് കഴിഞ്ഞതാ ഇവിടെ പടികളായിട്ട് അടുത്തൊരു സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞതാ താഴേക്ക് ഇറങ്ങാൻ അവിടുന്ന് മറ്റൊരു സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു. അതേപോലെ എത്ര സ്റ്റെപ്പുകൾ താഴെ വരെ ഉണ്ട്. എത്ര വെള്ളം വെച്ചാൽ താഴെ വരെ എത്താം അല്ലേ? ആ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ടത് തന്നെ. കാരണം അത്രമാത്രം ഫിനിഷിങ്ങിലാണ് ഓരോ കല്ലുകളും വെച്ചിട്ടുള്ളത്. ഒരു കല്ല് പോലും പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നില്ല അല്ലേ? അത് നമ്മൾ അത്രയും നോക്കിയിട്ട് ഒരു ദിവസം എത്ര കല്ല് വരെ നമുക്ക് അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? അത് 100-300 വരെ വരൂല്ലേ? 300 വരും, 500 വരും, 200 വരും. ഓരോ ദിവസം ഓരോ ഏരിയ മാതിരിയാണ് അല്ലേ? ഇത് ശരിക്കും വേനൽക്കാലത്ത് ഇത്ര തെളിവുണ്ടായിരുന്നോ? വേനൽക്കാലത്തും തെളിവുണ്ട്. അതെ അല്ലേ? ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ചാടി മറിയുന്നു. അപ്പൊ കലങ്ങുന്നില്ല? ഇല്ല, കലങ്ങൂല. ഈ അടിയിലേക്ക് ചളിയിലേക്ക് എത്തൂലല്ലോ. ഇല്ല, കാരണം ചളിയിലെത്തുമ്പോഴല്ലേ കലങ്ങുള്ളൂ. എത്ര ആളുകളൊന്ന് കുളിച്ചാലും ഒരു കലങ്ങലൊന്നും സംഭവിക്കാറില്ല അല്ലേ? ഓ, അടിപൊളി. ഇത് ആദ്യത്തെ കുളമാണോ അതോ മുന്നേ ചെയ്തിട്ടുണ്ട്? വേറെ എന്റെ ഫസ്റ്റ് കുളമാണ്. അതല്ലേ, 1.5 കുളം തന്നെ ആയി. ഈ കല്ലുകൾ പോളിഷ് ചെയ്തിട്ടുണ്ട് അത്രയും ഭംഗി. ഈ സൈഡെല്ലാം ഈ സൈഡ് പോളിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് സിമെന്റ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? സിമെന്റ് ഇല്ല, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ലോക്ക് സിസ്റ്റം ആണ്. ഇത്രയും കല്ലുകൾ അടക്കാൻ സിമെന്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ മതിലിന് മാത്രമാണ് സിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഒക്കെ അടക്കി വെച്ചിരിക്കുകയാണ്. ഒരിക്കലും തിളക്കില്ല എന്ന് പറഞ്ഞല്ലേ? ഞങ്ങളുടെ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ആ മഴയത്ത് ആ ഒരു കുളം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. കാരണം ആ നീല വെള്ളത്തിലേക്ക് ആ മഴത്തുള്ളികൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു ഭംഗി എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത് കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തന്നെ ഇറങ്ങിയിട്ടുള്ളത്.
ശരിക്കും ഈ കല്ലുകൾ, അതായത് വെട്ടുകല്ലുകൾ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുകയാണ്, അതായത് ചെങ്കല്ല്, ഈ ചെങ്കല്ലുകൾ എല്ലാ ചെങ്കല്ലും ഇതിന് പറ്റുമോ? അതൊരു പ്രത്യേക തരം ചെങ്കല്ലാണോ ഇത്? ശരിക്കും ഇത് മേൽപ്പാറ കല്ലാണ്. മേൽപ്പാറ കല്ലുകളാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചത്. ഈ 1,00,000 കല്ലുകൾ മേൽപ്പാറ കല്ലാണ്. അപ്പോ ചേട്ടൻ പറഞ്ഞിരുന്നു ഈ ഒരു കുളം ഒറ്റയ്ക്ക് നിർമ്മിച്ചാന്ന്. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കല്ലുകളും ചേട്ടൻ മാത്രം എടുത്തു വെച്ചിട്ട് നിർമ്മിച്ചാന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ മാത്രം പറഞ്ഞ ഈ കല്ലുകൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് ചേട്ടനാണ് അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഹെൽപ്പർ ഉണ്ടായിരുന്നു മാത്രം അല്ലെ? കല്ലുകൾ എത്തിച്ചേരും നമ്മുടെ കൈ കൊണ്ടാണ് എല്ലാം വെച്ചിട്ടുള്ളത് ഒറ്റക്ക് അല്ലെ? അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ ചാടി കുളിക്കാൻ പോവാണ്. ഈ നീല വെള്ളം കാണുമ്പോ എങ്ങനെയാണ് ചാടാതെ പോവാന്നുള്ളതാണ്. അപ്പൊ എന്താ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.